بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الكريم التواب العظيم الوهاب غافر الذنب لمن تاب رافع السماء بلا عمد وباسط الأرض على ماء جمد وخالق الخلق وأحصاهم عددا واحد أحد فرد صمد لا حاجب له سبحانه ولا بواب تفرد بالعظمة والجلال واختص بالهيبة والكمال وتنزه عن الشبيه والمثال سبحانه هو الكبير المتعال مجري الرياح ومسخر السحاب. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. السلام عليك أيها النبي ورحمة الله وبركاته. تحسنت بذي الملك والملكوت واعتصمت بالعزة والجبروت وتوكلت على الملك الحي القيوم الحليم الذي لا ينام ولا يموت. دخلت في حرز الله دخلت في حفظ الله دخلت في أمان الله بحق كافها يا عين صاد كفيت وبحميم عين سين قاف هميت ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനപ്പെട്ട തർജുമാനുൽ ആരിഫീൻ അശ്ശൈഖ് അഹ്മദ് ബിൻ അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു വനഫഅനാ ബിഉലൂമി, അവരുടെ ഹിക്കമിലെ 246-ാമത്തെ ഹിക്മത്താണ് നാം ഓതുന്നത്. മഹാനവർകൾ പറയുന്നു, വിജ്ദാനു സമറാത്തി ത്വആത്തി ആജില ബശായിറുൽ ആമിലീന ബിഉജൂദിൽ ജസാഇ അലൈഹാ ആജില. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പഠിച്ചതായ അവൻ്റെ മഖ്ലൂക്കുകൾ, അതിൽ ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യർ, അവരോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തക്ലീഫ് ചെയ്തിട്ടുള്ളത്. അവർ ചെയ്തതായ അമലുകൾ അനുസരിക്കുന്ന, അല്ലാഹു പറഞ്ഞത് കേട്ട് പ്രവർത്തിക്കുന്ന മനുഷ്യർ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തിപ്പെട്ടവരാണോ അല്ലേ? അവർ ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലാഹു തആലാക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ? അത് മഖ്ബൂലാണോ അല്ലേ എന്നതിനേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അടയാളങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാന അടയാളമാണ് മഹാനായ ഇമാം താജുദ്ദീൻ അഹ്മദ് ബിൻ അത്താഇല്ലാഹി സിക്കന്ദരി നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഈ ഹിക്മത്തിൽ കൂടെ.
വിജ്ദാനു സമറാത്തി ത്വാആത്തി ആജില. വിജ്ദാനു സമറാത്തി ത്വാആത്ത്, ത്വാആത്തിന്റെ സൽക്കർമ്മങ്ങളുടെ സമറാത്ത് ഫലങ്ങൾ എത്തിക്കൽ. ആജില, ഈ ഉളരിയതായ ഈ നാട്ടിൽ വെച്ച് അതാത് അമലുകൾ ചെയ്യുന്ന സമയത്ത്. ചില കാര്യങ്ങൾ ദുനിയാവിൽ വെച്ച് എന്നും വെച്ചിട്ടുണ്ട് ആജിലിന്. ഓരോരോ അമൽ ചെയ്യുമ്പോഴും അതിൻ്റെ സമറാത്ത് ലഭിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ബശായിറുൽ ആമിലീന, അമൽ ചെയ്യുന്ന അല്ലാഹു തആലാന്റെ മുത്തഖീങ്ങളായ ഔലിയാക്കൾ അവർക്കുള്ള സന്തോഷ വാർത്തകളാണ്. എന്തുകൊണ്ടുള്ള ബശായിർ? ബിഉജൂദിൽ ജസാഇ അലൈഹാ, ആ ത്വാഅത്തിന്റെ മേലിൽ പ്രതിഫലം ഉണ്ട് എന്നതുകൊണ്ടുള്ള ബശായിറാണ്, സന്തോഷ വാർത്ത അറിയിക്കുന്ന സംഭവമാണത്. എവിടെ? ആജില, നാളെ മഹ്ശറയിൽ, നാളെ ആഖിറത്തിൽ. ദുനിയാവിൽ വെച്ച് ചെയ്യുന്ന അമലുകൾക്ക് അപ്പോൾ അതിൻ്റെ സമറത്ത് ലഭിക്കുക എന്ന് പറയുന്നത് നാളെ മഹ്ശറയിൽ അതിനേക്കുള്ള ജസാ ഉണ്ട്. നിന്റെ അമൽ സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളമാണ്. 32ാമത്തെ ഹിക്മത്ത് നാം ഓതിപ്പോന്നതാണ്. മൻ വജദ സമറത അമലിഹി ആജില ഫഹുവ ദലീലുൻ അലാ ഉജൂദിൽ ഖബൂലി ആജില. ആജിലായ നിലക്ക് അമലിന്റെ സമറത്ത് ആർക്കെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ ആജിലായി കബൂലുണ്ട് എന്നുള്ളതിന്റെ മേൽ തെളിവാണ്, ദലീലാണ്. അന്ന് ദലീല് എന്ന് പറഞ്ഞതിനേക്കാൾ 32-ൽ പറഞ്ഞ ദലീലിനെ പറ്റിയാണ് ഇവിടെ ബശായിർ എന്ന് പ്രയോഗിച്ചത്. രണ്ടും ഏകദേശം ഒരേ ഹിക്മത്ത് തന്നെയാണ്. മഹാന്മാരായ മുരീദന്മാർക്ക് പ്രത്യേകിച്ചും സമാധാനം നൽകുന്ന ചില പ്രയോഗങ്ങൾ വേണം. അവർ അല്ലാഹു തആലാന്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ടവരാണോ അല്ലേ എന്നുള്ളതിലേക്ക് നാം മനസ്സിലാക്കേണ്ടത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് സമറത്ത്? എന്താണ് ജസാ? നാം വിശദീകരിച്ചിട്ടുണ്ട്. ഓരോരോ അമലിലേക്ക്, ഒരാൾ ചെയ്യുന്ന അമലിലേക്ക് ഇന്ന അമൽ ചെയ്താൽ അതിനിക്ക് ഇന്ന പ്രതിഫലമുണ്ട് എന്ന നിലക്ക്, അത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ലാതെ അല്ലെങ്കിൽ സ്വന്തം ഉപദ്രവം തട്ടാൻ വേണ്ടിയല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്ന പണി, ആ ജോലിക്കാണ് ജസാ, പ്രതിഫലമുണ്ടാവുക. എന്നാൽ മനുഷ്യന്മാർ ചെയ്യുന്ന പ്രവൃത്തികൾ ഓരോന്നും അവനവന്റെ ആവശ്യത്തിന് വേണ്ടിയാണ്, വേറെ ആർക്കും വേണ്ടിയല്ല. അതുകൊണ്ട് അതിലേക്ക് എന്തെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ജസാ എന്ന്, യഥാർത്ഥത്തിൽ പ്രതിഫലം എന്ന്, അജ്ർ എന്ന് പറയില്ല, കൂലിയല്ല അതിന് കിട്ടുന്നത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് കൂലി എന്നാണ് പറയുന്നത്. അപ്പൊ കൂലി എന്ന് പറഞ്ഞാൽ ഒരാള് മറ്റൊരാൾക്ക് ജോലിക്ക് പോകുമ്പോൾ അയാൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ആ പണിയുടെ പവർ അദ്ദേഹത്തിനേക്കാണ് കിട്ടുക. അതിനേക്ക് നിശ്ചയിക്കുന്ന പ്രത്യേകമായ വരുമാനത്തിനേക്കാണ് കൂലി എന്ന് പറയുന്നത്. നമുക്കറിയാം, സമറത്ത് എന്ന് പറയുന്നത് ആ കൂലിയുടെ പുറത്ത് ലഭിക്കുന്ന അഭിനന്ദനങ്ങൾ, മനസ്സമാധാനങ്ങൾ, മൊമന്റോകൾ, സമ്മാനങ്ങൾ, അതിൻ്റെ പേര് കിട്ടുന്ന ജോലിക്കയറ്റങ്ങൾ, പ്രശംസകൾ, ഇതാണല്ലോ സമറത്ത്. എന്നാൽ ദുനിയാവിൽ വെച്ച് ഒരു മൂമിൻ ചെയ്യുന്ന അമലുകൾ, ആ അമലുകൾക്ക് ദുനിയാവിൽ അവനിക്ക് അതിൻ്റെ സമറത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ എന്താണ് സമറത്ത്? ആ ചെയ്യുന്ന അമലിനിക്ക് വല്ലാത്ത രസം, അത് അവനിക്കൊരു സുഖമായി തോന്നുക. അവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അവനിക്ക് എളുപ്പമായി തോന്നുക, അത് വല്ലാത്ത രസമായി വരിക. അതിൻ്റെ സമയമാകുമ്പോഴേക്കിനും അതിന് വേണ്ടി അവൻ ഒരുങ്ങുക.
ഉദാഹരണം നിസ്കാരമാണ്. നിസ്കാരത്തിൻ്റെ സമറത്ത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യുമ്പോൾ അവനിക്ക് വല്ലാത്ത രസം, വല്ലാത്ത ആനന്ദം. അത് ചെയ്യാതെ വിട്ടാൽ അവനിക്ക് വല്ലാത്ത പൊറുതികേട്. അതുപോലെ ഏതെങ്കിലും ദോഷങ്ങൾ ഒരുത്തിൻ്റെ അടുത്ത് നിന്ന് വന്നു പോയാൽ ആ വന്നുപോയ ദോഷം അവനിക്ക് വല്ലാത്ത ഖേദമായി വരിക. ഈ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അനുസരിച്ചതുപോലെ, അവൻ കൽപ്പിച്ചതുപോലെ അവൻ ജീവിക്കാതിരുന്നാൽ അവനിക്ക് തെറ്റ് വന്നു പോയാൽ വേജാറും, സൽക്കർമ്മം ചെയ്യുന്നത് വലിയ ആവേശവുമായി വരുമ്പോൾ അതിനിക്കാണ് സമറത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ ഒരു മൂമിൻ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ അവനിക്ക് അങ്ങനത്തെ ഒരവസ്ഥ അവനിക്കുണ്ടെങ്കിൽ ഇബാദത്ത് ചെയ്യുന്നത് വല്ലാത്ത രസമാണ്, വല്ലാത്ത ആനന്ദമാണ്, വല്ലാത്ത താല്പര്യമാണ്. ഈ നിലക്ക് ചെയ്യുകയാണെങ്കിൽ അവനിക്ക് ഉറപ്പിക്കാം, എൻ്റെ ഈ അമൽ അല്ലാഹു തആല സ്വീകരിച്ച അമലാണ്, അതിൻ്റെ ബശായിറാണത്, അതിൻ്റെ ദലീലാണത്. മഹാനായ ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഫമൻ റഅയ്നാഹു ഫീ സിയാദത്തിൽ അഅ്മാലി വത്തറഖി ഫിൽ അഹ്വാൽ അലിംനാ അന്നഹു വജദ ലിഅമലിഹി സമറ. നാം ഒരാളെ കണ്ടു, അയാൾ അമലുകൾ വളരെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അഹ്വാലിൽ ഒന്നിൻ്റെ പിറകെ ഹാലുകൾ, മക്കാമുകൾ കയറി പോവുകയുമാണെങ്കിൽ അയാൾക്ക് അദ്ദേഹത്തിൻ്റെ അമലിൻ്റെ സമറത്ത് ലഭിച്ചവനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഫഹിയ ബിശാറത്തുൻ ലഹു അലാ ഖബൂലിഹാ, അദ്ദേഹത്തിൻ്റെ അമലുകളെ സ്വീകരിച്ചു എന്നതിനുള്ള ബിശാറത്താണത്. ومن رأيناه انقطع عن عمله أو نقص من أحواله خفنا عليه عدم قبول أعماله. ഒരാൾ ആദ്യകാലത്തെല്ലാം വളരെ ഉഷാറായിരുന്നു. ജമാഅത്തിൻ്റെ കാര്യം, ദിക്റിൻ്റെ കാര്യം, അദ്ദാദിൻ്റെ കാര്യം, തഹജ്ജുദിൻ്റെ കാര്യം, ദുആൻ്റെ കാര്യം, ഹക്കും ബാത്തിലും നോക്കുന്നതിൻ്റെ കാര്യം, എല്ലാ വിഷയത്തിലും വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ച ആളായിരുന്നു. പിന്നെ അദ്ദേഹം ആ ഒരു അവസ്ഥയിൽ നിന്ന് കുറഞ്ഞു വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേൽ ഭയപ്പെടണം, അദ്ദേഹത്തിൻ്റെ അമൽ മഖ്ബൂലല്ല എന്ന് നാം ഭയപ്പെടും. നാം പറഞ്ഞു, ചെയ്യുന്ന അമലുകൾക്ക് താല്പര്യം കൂടുക, മുനാജാത്തിൻ്റെ രസം കിട്ടുക, ഇതാണ് സമറത്തുൽ അമൽ. ഇബ്നു അജീബ തങ്ങൾ പറയുന്നു, മിൻ സമറത്തിൽ അമലി അയ്ള, മേൽ പറഞ്ഞതുപോലെ തന്നെ അമലിൻ്റെ സമറത്തിൽപ്പെട്ടതാണ് അൽ ഇസ്തിഹാഷു മിനൽ ഖൽഖ്, പല പടപ്പുകളെ തൊട്ടൊരു വഹ്ശത്ത് വരിക, പടപ്പുകളോട് കൂടുതൽ ഇടപഴകാതിരിക്കുക, കൂടുതൽ ദിക്ർ ചൊല്ലി അള്ളാഹുവുമായി, ദിക്റിലും അള്ളാഹുവായുള്ള ദുആകളിലുമായി, മുനാജാത്തിലുമായി, ലദ്ദത്തിലായി അതിൽ സമയം കഴിയലാണ് താല്പര്യം. മനുഷ്യന്മാരുമായി, പടപ്പുകളുമായി ഇടപഴകലിനോട് താല്പര്യം കുറയാ. വല്ലുൻസു ബിൽ മലിക്കിൽ ഹഖ്, മലിക്കുൽ ഹഖായ അള്ളാഹുവിനോട് നേരം പോക്കാകുക, ഇത് ഒരു അമലിൻ്റെ സമറത്ത് ലഭിക്കലിൻ്റെ അടയാളമാണ്. ومن ثمرة العمل أيضا الاكتفاء بالعلم الله والاستغناء به عما سواه. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഇൽമ കൊണ്ട് മതിയാക്കുക, മറ്റുള്ള എല്ലാരെ തൊട്ടും ഇവൻ ഒനിയായി മാറുക. മനുഷ്യന്മാർ, മഖ്ലൂക്കുകൾ ആരിലേക്കും അവനക്ക് താല്പര്യമില്ല. ഓൻ ചെയ്യുന്ന ഒരു അമലും ഒരാളും അതിനോട് ഓൻ താല്പര്യമില്ല. അവനും അള്ളാഹുമായി, അള്ളാഹു തആല ഇവൻ ചെയ്യുന്ന അമല് അറിയണം എന്ന ചിന്താഗതിയേ ഉള്ളൂ. മലക്കുകൾ, പടപ്പുകളിലേക്ക് ഒരു ചിന്തയുമില്ല. ആളുകൾ കാണുമ്പോൾ വളരെ ഉഷാർ. ഇന്നത്തെ കാലത്തുള്ള ഏറ്റവും വലിയ അപകടം അതാണല്ലോ. സ്വയമായി ഒരു സുബ്ഹാനല്ലാഹ് പോലും പറയാത്തവൻ നാലാളെ മുമ്പിൽ ചുമക്ക് കണ്ടാലേ തസ്ബീഹ് മാലെടുത്ത്, അല്ലെങ്കിൽ ദിക്ർ ഉറക്കെ ചൊല്ലി, ദിക്ർ ഉറക്കെ ചൊല്ലുള്ളൂ, അതെല്ലാം മൈക്കുണ്ടെങ്കിലേ ദിക്റില്ലുള്ളൂ, എങ്കിൽ ദിക്റൊന്നും ചൊല്ലൂല. ഈ ഒരു അവസ്ഥയ്ക്ക് എത്തിപ്പെട്ടു നാം പലപ്പോഴും പറഞ്ഞതാണ്.
അങ്ങനല്ല, അവൻ്റെ അമലുകൾ അല്ലാഹു തആല അറിയലിനോട് മാത്രമേ അവന് താല്പര്യമുള്ളൂ. വേറെ ഒരാൾ അറിയലിനോട് താല്പര്യമില്ലാതിരിക്കുക, ഇത് അവനിക്ക് ലദ്ദത്ത് കിട്ടിയിട്ടുണ്ട്, സമറത്ത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ്. ബഹുമാനപ്പെട്ട ഇക്കമിൻ്റെ പ്രധാന ശാരിയായ അശ്ശൈഖ് സറൂഖ് റളിയല്ലാഹു അൻഹു പ്രധാനപ്പെട്ട 4 അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിജിദാനു സമറ, സമറത്ത് ലഭിക്കലിനുള്ള 4 അടയാളങ്ങൾ ഏതൊക്കെയാണത്? 1 അൽ ഹയാത്തു ത്വയ്യിബ, നല്ല ജീവിതം. 2 വനുഫൂദുൽ കലിമ, അവൻ്റെ വാക്കുകൾ, അവൻ വല്ല കാര്യങ്ങളും പറഞ്ഞാൽ അത് അംഗീകരിക്കപ്പെടുന്നൊരവസ്ഥ, അത് നടപ്പിൽ വരുന്ന അവസ്ഥ. മറ്റൊന്ന് ദുഃഖമില്ലാത്ത അവസ്ഥ, ലിൽ ഫറഹി ബിൽ മിന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മിന്നത്ത് കൊണ്ട് സന്തോഷിച്ചതിൻ്റെ പേരിൽ അവനിക്ക് ദുഃഖം എന്താണെന്നറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഹിദായത്താക്കി സൽക്കർമ്മം ചെയ്യാനുള്ള സൗഭാഗ്യം നൽകി, അതിൽ ചിന്തിച്ച് സന്തോഷിക്കുന്നതിൻ്റെ പേരിൽ മറ്റൊരു ദുഃഖം അവനിക്കുണ്ടാവില്ല. ഇങ്ങനെയുള്ള 3 അടയാളം, 4 അടയാളമല്ല, 3 അടയാളം മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഈ പറഞ്ഞ 3 അടയാളങ്ങൾ, 1 ഹയാത്തുൻ ത്വയ്യിബ ഉണ്ടാവും, അമലിൻ്റെ സമറത്ത് ലഭിച്ചവനിക്ക് പിന്നെ ജീവിതം വളരെ ത്വയ്യിബായ നല്ല ജീവിതം. അതിന് തെളിവെന്താ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബാ. സൽക്കർമ്മം ആര് ചെയ്തോ, ആണായാലും പെണ്ണായാലും വേണ്ടില്ല, മൂമിനായ സ്ഥിതിയിൽ ചെയ്യണം. വഹുവ മുഅ്മിനുൻ, ഇല്ലാത്ത ഹാലാണത്. അമൽ ചെയ്യുമ്പോഴൊക്കെ ഈമാനുള്ളിൽ നിന്ന് തുളുമ്പണം. ആ നിലക്ക് ആണായാലും പെണ്ണായാലും സ്വാലിഹായ അമൽ ചെയ്തു കഴിഞ്ഞാൽ അവനിക്ക് ത്വയ്യിബായ ഹയാത്ത് നാം നൽകും. അവൻ്റെ മനസ്സിൽ യാതൊരു പ്രയാസവുമില്ല. ഈ ഭൂമിയിൽ അവൻ ജീവിക്കുന്നതിനേക്ക് അവനിക്ക് വീക്കില്ല, അവനിക്കൊരു സൂകാനുമില്ല, ഒരു മുഖം ചുളിക്കലില്ല. അവനിക്ക് അല്ലാഹു തആലാന്റെ ഖദർ അല്ലാഹു കൊണ്ട് വളരെ തൃപ്തനാണവൻ. എല്ലാം അള്ളാഹ്ക്ക് വിട്ടുകൊടുത്തവനാണവൻ. അള്ളാഹ് നൽകിയത് എന്താണോ അതിൽ പൊരുത്തപ്പെട്ടവനാണവൻ. ആ നിനക്ക് ഹയാത്തുൻ ത്വയ്യിബ ഉണ്ടാകും. എന്നല്ലാതെ വലിയ കൊട്ടാരം ഉണ്ടാവുന്നോ, എല്ലാവിധ ആഡംബര ഭക്ഷണങ്ങൾ ഉണ്ടാവുന്നതാണോ? അതൊന്നുമല്ല ഇവിടെ ഉള്ളത്. ഹയാത്തുൻ ത്വയ്യിബ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ പറ്റി അവനിക്ക് ലഭിച്ചതിനെ പറ്റി യാതൊരു ലീക്കുമില്ല, സംശയവുമില്ല, കുടുക്കില്ല, മാനസിക പ്രയാസം അവനിക്കില്ല. പിന്നെ രണ്ടാമത് മഹാനവർകൾ പറഞ്ഞത് അവൻ പറയുന്ന വാക്കുകൾ നാഫിദാകുക. അവൻ എന്ത് വാക്ക് പറഞ്ഞാലും അത് പുലരും, അത് നടപ്പിൽ വരും. എനിക്ക് തെളിവെന്താ? സമറത്ത് കിട്ടേണ്ട അടയാള, അവൻ അമൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വാക്കും പറഞ്ഞോ അത് നടപ്പിൽ വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വഅദല്ലാഹുൽ ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള്. അത് ചിന്തിക്കേണ്ട ആയത്താണ്. നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു വാക്ക് നൽകുന്നു, കരാർ നൽകുന്നു. തീർച്ചയായും ഭൂമിയിൽ അവരെ നാം ഖലീഫയാക്കും. ഭൂമിയിൽ അവർ ഖലീഫയാണ്. അവർ എന്ത് തന്നെ പറഞ്ഞാലും അവരുടെ ഭൂമിയിൽ അവര് എന്തെങ്കിലും ഒരു കാര്യം അവർ ചിന്തിച്ച് അത് നടപ്പിൽ വരുത്തണമെന്ന് പറഞ്ഞാൽ അത് നടപ്പിൽ വരും. വജഅൽനാഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറൂ. മറ്റൊരായത്ത്, അവരെ നാം അയിമ്മത്താക്കി പിന്തുടരപ്പെടുന്നവരാക്കി മാറ്റി. അവർ പറഞ്ഞ വാക്കുകൾ എന്തുണ്ടോ അത് അംഗീകരിക്കപ്പെടുന്ന അവസ്ഥയിലേക്കെത്തും. ദീനിന്റെ കാര്യമാണെങ്കിലും ദുനിയാവിന്റെ കാര്യമാണെങ്കിലും അവർ വല്ലതും പറഞ്ഞാൽ അത് നടപ്പിൽ വരും. ഈ ഒരവസ്ഥ ഉണ്ടായിത്തീരും സമറാത്ത് ലഭിക്കുമ്പോൾ. പിന്നെ മൂന്നാമത് പറഞ്ഞെന്താ? അവർക്ക് ദുഃഖമില്ലാന്ന സന്തോഷമേ ഉള്ളൂ. തെളിവെന്താ? അത് അവനെ തന്നെ ചിന്തിച്ചാൽ മതി. കാരണം അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ തൊട്ട്
വളരെ അധികം അടുത്തവനാണ്. ദുനിയാവിൽ ലഭിക്കുന്ന സ്വർഗമാണല്ലോ അള്ളാഹ് ഇബാദത്ത് ചെയ്യുമ്പോൾ ലദ്ദത്ത്. ആ ഇബാദത്തിന്റെ ലദ്ദത്തിലാകുമ്പോഴാണ് അവൻ ദുനിയാവിൽ വെച്ചുള്ള സ്വർഗത്തിലാകുന്നത്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ എന്ന് പറയുന്ന രണ്ട് സ്വർഗം. ഒന്ന് ആഖിറത്തിലുള്ള സ്വർഗം, രണ്ടാമത്തെ സ്വർഗം അവൻ ഇബാദത്ത് ചെയ്യുമ്പോൾ ആ ഇബാദത്തിലുള്ള ആനന്ദം മറ്റുള്ള മുഴുവനും മറക്കുന്നൊരവസ്ഥ. സ്വർഗത്തിൽ അവർ കയറിയാൽ അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നൽ ഹുസൻ എന്ന് പറയുന്ന അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നൽ ഹുസൻ എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥ അവർക്ക് എത്തിപ്പെടും ഈ ദുനിയാവിൽ വെച്ച് തന്നെ. പിന്നെ അവർക്കിവിടെ ദുഃഖിക്കാൻ അവസ്ഥ. ഈ ഒരു അവസ്ഥ ഒരാൾക്ക് എത്തിക്കഴിഞ്ഞാൽ അവനിക്ക് ഉറപ്പിക്കാം അവൻ ആരായി അവൻ്റെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന അമലായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഈ ഒരു അവസ്ഥ വിജ്ദാനു സമറാത്തി ത്വാഅത്തി ആജില ബശായിറുൽ ആമിലീന ബിവുജൂദിൽ ജസായി അലൈഹാ ആജില എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ ദുനിയാവിൽ അവനിക്കതിൻ്റെ സമറാത്ത് കിട്ടുമ്പോൾ ആഖിറത്തിൽ ജസാഅ് ലഭിക്കുമെന്നുള്ളതിനുള്ള ബശായിറാണത്, ബിശാറത്താണത്. പല സന്തോഷ വാർത്തകളാകുന്നു അത് എന്ന് മഹാനവറുകൾ പറഞ്ഞ ഈ അവസ്ഥ ഒരു ഇബാദത്ത് ചെയ്യുമ്പം ആദ്യം തന്നെ കിട്ടുന്നു എന്നർത്ഥമില്ല. നല്ല മുജാഹദ വേണം, മുഖാലഫത്തുൽ ഹവ വേണം, ശരിക്ക് അധ്വാനിക്കണം. അധ്വാനിച്ച് അവസാനം ഇബാദത്ത് അവനിക്ക് ലദ്ദത്തായി വരുന്നൊരവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ കണ്ണുകൊണ്ട് ഇബാദത്ത് എടുക്കുന്ന അവസ്ഥ ഇഹ്സാന്റെ മർത്തബയിലെത്തുമ്പോഴാണ് അവനിക്ക് ആ ലദ്ദത്ത് സമറത്ത് ലഭിക്കുക. അതാണ് ബഹുമാനപ്പെട്ട സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. കാബത്തുൽ ഖുർആൻ 20 സന വതനഅംതു ബിഹി 20 സന. ഖുർആനും ഞാനും തമ്മിൽ മല്ലിട്ടു, വല്ലാതെ പ്രയാസങ്ങൾ സഹിച്ചു 20 വർഷം. പിന്നെ ഖുർആൻ കൊണ്ട് 20 വർഷം ഞാൻ വല്ലാതെ സുഖിച്ചു. 20 വർഷം ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ വലിയ പണിയാണ്, ഉള്ളിലേക്കാണ്ട് എത്തിപ്പെടൂല. പിന്നീടുണ്ടായ 20 വർഷം എനിക്കത് വല്ലാത്ത സുഖമായി വന്നു. ചില ഔലിയാക്കൾ പറഞ്ഞിട്ടുണ്ട്, റന്തി നോക്കിയാൽ കാണാം 32ാമത്തെ കമല് 32ാമത്തെ ഇക്മത്ത് വിശദീകരിക്കുന്നോട്ട് റന്തി പറയുന്നുണ്ട്, കുന്തു അഖ്റഉൽ ഖുർആന ഫലാ അജിദു ലഹു ഹലാവ. ഞാൻ ഖുർആൻ ഓതുന്ന ആളായിരുന്നു, ഒരു രസം എനിക്ക് കിട്ടലില്ല. പിന്നീട് ഞാൻ ഓതി അള്ളാഹുവിന്റെ റസൂല് ഓതിത്തരുമ്പോൾ സ്വഹാബത്തിലേക്ക് ഓതിക്കൊടുക്കുമ്പോൾ അവർക്കെന്തോ രസമായിരുന്നോ ഉണ്ടായിരുന്നെങ്കിൽ ആ അവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പെട്ടു. അങ്ങനെ ആ അവസ്ഥയിലായ ഖുർആൻ ഓതുമ്പോഴെല്ലാം അത് കേൾക്കുന്നത് അള്ളാഹുവിന്റെ റസൂല് ഓതിത്തരുമ്പോൾ സ്വഹാബത്തിലേക്ക് ഓതിക്കൊടുക്കുന്ന ആ അവസ്ഥ എനിക്ക് കിട്ടും. പിന്നെ എന്നെ അവിടെ നിന്നും മഖാമുയർത്തി. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങൾക്ക് ഓതിക്കൊടുത്തിരുന്ന നബി തങ്ങൾ സാമ്യവും ജിബ്രീൽ ഓതിക്കൊടുക്കുന്നവരുമായിരുന്ന ആ ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കൊരു പ്രത്യേക സ്ഥാനം തന്നു. എന്താണ് സ്ഥാനം? അള്ളാഹ് നേരിട്ട് ഓതിത്തരുമ്പോൾ, അള്ളാഹുവിന്റെ കലാം അള്ളാഹു ജിബ്രീലിന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നബി തങ്ങൾക്ക് നേരിട്ട് അള്ളാഹ് പറഞ്ഞു കൊടുക്കുന്ന പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഘട്ടങ്ങൾ പോലെ എനിക്ക് തോന്നി. فعندها وجدت له لذة ونعيما لا أصبر عنه. ഈ ഒരു അവസ്ഥ എത്തിയപ്പോൾ പിന്നെ ഖുർആൻ ഓതാത്ത ഒരു അവസ്ഥ എനിക്ക് കിട്ടൂല, ക്ഷമിക്കാൻ കഴിയൂല. എപ്പോഴും ഖുർആനോ തന്നെ. നമ്മളൊക്കെ ചിന്തിച്ചു നോക്കുന്ന ഒരു ഘട്ടമാണത്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി ദിവസം ഓരോരോ ഖത്തോതും റളിയല്ലാഹു അൻഹു. റമളാനിലാണെങ്കിലോ ദിവസം 2 ഖത്മോതും. നമുക്ക് ഒരു വട്ടം
ഒരു പേജ് അല്ലെങ്കിൽ ഒരു ജുസ് ഒരു ദിവസം ഓതുമ്പോഴേക്കിന് വായിൽ വെള്ളം പറ്റി, ഉന്മേഷം പോയി, ഒരു ലദ്ദത്തുമില്ല. ഓരോരുത്തരും അവരവരുടെ നഫ്സിലേക്ക് മറങ്ങി നോക്കുക. ദിവസം 2 പ്രാവശ്യം പരിശുദ്ധ ഖുർആൻ ഖത്മ് ഓതണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു തവണമെങ്കിലും ഖത്മ് ഓതണമെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു രാത്രി എല്ലാ ദിവസവും തഹജ്ജുദ് 1 റക്അത്ത് നിസ്കാരത്തിൽ ഖുർആൻ മുഴുവൻ ഓതും. അതൊക്കെ അതിൻ്റെ ലദ്ദത്ത് ലഭിച്ചത് കൊണ്ടിട്ടാണ്. അവർക്ക് ക്ഷമിക്കാൻ കഴിയൂല, ഓതിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിൽ മുഴുകിപ്പോയി. നമ്മളെപ്പോഴത്തെ കാടന്മാർക്കിന്ന് ഏതെങ്കിലും മ്യൂസിക്കുള്ള പാട്ട് കേട്ടാൽ ചിലപ്പോൾ 1 കേട്ട 2, 3, 4, 5 ഒരൊറ്റ ഇഷ്ടത്തിനാണ് കേട്ടത് വരും. സമയം മറ്റൊന്നും പ്രശ്നമാവില്ല, രാത്രി ഉറക്കും പ്രശ്നമാവില്ല. ഏതെങ്കിലുമൊക്കെ കേൾക്കാം, മറ്റേ ആവശ്യമില്ലാത്ത കേൾക്കാൻ. പരിശുദ്ധ ഖുർആൻ ഒരു പേജ് ഓതുമ്പോൾ വായിൽ വെള്ളം പറ്റി, ശ്രദ്ധ പോയി, ഒന്നു മുറിഞ്ഞ്, വായിൽ വെള്ളം പോയി, വിശപ്പ് വന്നു, മറ്റൊന്നിലേക്കുള്ള ആവേശം വന്നു. ഇതെന്തുകൊണ്ട്? ആ ഹലാവത്ത് ലഭിക്കാത്തത് കൊണ്ടിട്ടാണ്, സമറാത്ത് ത്വാഅത്ത് ലഭിക്കാത്തത് കൊണ്ടിട്ടാണ്. വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. അങ്ങനെ ആ സമറാത്ത് ലഭിച്ചു കഴിഞ്ഞാൽ അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഭാഗത്തിൽ നിന്ന് നാളെ ആഖിറത്തിൽ ഇതിനിക്ക് പ്രതിഫലം ലഭിക്കുന്ന അമലായിട്ടുണ്ട് എന്നുള്ളതിനേക്കുള്ള അടയാളമാണ്. വല്ലാത്ത അടയാളമാണത്. ആ 3 ആള് ബുഖാരി മുസ്ലിം എല്ലാം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് ഉണ്ടല്ലോ. 3 വ്യക്തികൾ, മുൻകഴിഞ്ഞതായ 3 വ്യക്തികൾ രാത്രി ഒരു മലന്റെ ഇടുക്കിൽ പൊത്തിൽ കുടുങ്ങിയ അവസ്ഥ. അവർ ചിന്തിക്കുകയാണ്, പഠിച്ചോനെ, അവരിൽപ്പെട്ട ഒരാൾ പറയാണ്, ഈ ആഫത്ത് മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നാം ചെയ്ത ഏറ്റവും വലിയ അമലുകളെ കൊണ്ട് ഇവിടെ അള്ളാഹിനോട് തവസ്സുലാക്കലാണ്. മക്ബൂലായ ഒരു അമല് നാം തിരഞ്ഞെടുക്കണം, അർജ അമൽ. എന്നിട്ട് അത് മുൻനിർത്തി അള്ളാഹോട് ചോദിച്ചാൽ ഈ ആഫത്ത് മുസീബത്തിൽ നിന്ന് അള്ളാഹ് രക്ഷപ്പെടുത്തി തരും എന്നവർ ചിന്തിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരും ചെയ്ത് അവരവർക്ക് ബോധ്യമായ, അവരവരുടെ മനസ്സിൽ സ്ഥലം പിടിച്ച സൽക്കർമ്മങ്ങളെടുത്ത് അള്ളാഹോട് ചോദിക്കുന്നു. ഇങ്ങനെ ഓരോരോ അമലുകൾ ഓരോരുത്തർക്കും ഉണ്ടായിട്ടിരിക്കണം. ജീവിതത്തിൽ മറക്കാൻ വയ്യാറ്റാത്ത അമലുകൾ, ഓരോരോ അമലുകളും അങ്ങനെ ആവണം. ഒന്നെങ്കിലും അങ്ങനെ ഉണ്ടാകണം, അള്ളാഹുവിൻ്റെ വജഹിന് വേണ്ടി മാത്രം ചെയ്ത അമലുകൾ. ബഹുമാനപ്പെട്ട ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇങ്ങനെയുള്ള ബശായിറുകൾ, അമലുകളോട് ലദ്ദത്തുകൾ, അള്ളാഹുവിനെ പറ്റിയുള്ള പൂർണ്ണമായ ഉറപ്പുകൾ, ഇതെല്ലാം ബശായിറാണ്. അതുള്ളവനിക്ക് അവൻ്റെ അമൽ മഖ്ബൂലാണ് എന്നുള്ളതിനിക്ക് വളരെ, അവൻ്റെ അമലുകൾ അംഗീകരിക്കലിനിക്ക് സാധ്യതയുള്ള അമലാണ് എന്നും അവനിക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെയാണ് ചിന്തിക്കേണ്ടത്, ചില ആളുകൾക്ക് അങ്ങനെയുള്ള അമലുകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവരെ സംബന്ധിച്ച് ഇബ്നു അജീബ തങ്ങൾ പറയുന്നു, വമൻ ലം യജിദ്ഹാ ഫലാ യയ്അസ് മിൻ റൗഹില്ലാഹ്. ഒരാർക്കെങ്കിലും ഒരാൾക്ക് ഇനി അത് എത്തിച്ചില്ല എന്ന് വെക്കുക, മശായിഖന്മാരെ കണ്ടു, അല്ലെങ്കിൽ തബറുക്കിന് വേണ്ടി ദിക്റുകൾ ചെല്ലുന്നുണ്ട്, അവൻ ഖുർആൻ ഓതുന്നുണ്ട്, ഇബാദത്ത് ചെയ്യുന്നുണ്ട്, ഏത് ഇബാദത്തും അത് പൂർത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ അവനിക്ക് ഒരു അല്പസമയം പോലും ലദ്ദത്ത് കിട്ടുന്നില്ല. അല്ലാഹു തആലാനോട് ഇയ്യാക നഅ്ബുദു എന്ന് പറയുന്നത് പോലെയുള്ള പ്രയോഗങ്ങൾ പ്രയോഗിക്കുമ്പോൾ അല്ലാഹുവിനെ മുന്നിലോ കാണുന്നില്ല, ലദ്ദത്തോന് കിട്ടുന്നില്ല, നേരിട്ട് പറയുന്ന ഒന്നും കിട്ടുന്നില്ല. അവനങ്ങനെ ചൊല്ലി വെച്ചത് അങ്ങനെ ചൊല്ലിപ്പോകുന്നു എന്നല്ലാതെ ഉള്ളിലേക്ക് തീരെ സാന്നിധ്യം കിട്ടുന്നില്ല. ഇങ്ങനെയാണെങ്കിലും അവൻ ആശ മുറിയരുത്. ഫഇന്ന ലില്ലാഹി നഫഹാത്തിൻ തഹബു അലൽ ഖുലൂബ് ഫതുസ്ബിഹു ഇൻദ അല്ലാമിൽ ഗുയൂബ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ചില പ്രത്യേക സമയങ്ങളുണ്ട്. ആ സമയങ്ങളിൽ അല്ലാഹു തആല കൽബിലേക്ക് അല്ലാഹു തആല അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ട് ആ കൽബിലേക്ക് പ്രകാശങ്ങൾ, നൂറുകൾ ലദ്ദത്ത് കടത്തിവിടും. അങ്ങനെ പെട്ടെന്ന് അല്ലാമുൽ ഗുയൂബായ അല്ലാഹു തആലാന്റെ അടുക്കലേക്ക് എത്തിപ്പെടും. അതുകൊണ്ട് ഇപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടുമെന്ന പ്രതീക്ഷ ഓരോരുത്തർക്കും എപ്പോഴും വേണം.
وجدان ثمرات الطاعة عاجلة بشائر العاملين بوجود الجزاء عليها آجلا. صلى الله على محمد صلى الله عليه